ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വാക്ക്, ലോകം കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ വാക്ക്, അത്യുന്നതനായ ദൈവം നിസാരനായ ഒരു മനുഷ്യ വ്യക്തിയായി മനുഷ്യരോടൊപ്പം മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വന്ന് മനുഷ്യരോട് കൂടെ വസിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ക്രിസ്മസ് ലോകരക്ഷകനായ ദൈവം നമ്മോടൊപ്പം വന്നു ചേർന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായ ദിവസം. ആലിത്തൊഴുത്തിലെ ബെത്ലഹേമില് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞവരായി പലരെയും രക്ഷാകര ചരിത്രത്തിൽ നമ്മൾ കണ്ടെത്താറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 4 കൂട്ടരെ നമുക്കൊന്ന് അനുസ്മരിക്കാം. ആദ്യത്തേത് വിനീതരായ ദരിദ്രരായ ആട്ടിടയന്മാർ. തങ്ങളുടെ ആടുകൾക്ക് കാവൽ കിടന്ന ആട്ടിടയന്മാർ മാലാഖമാരിൽ നിന്ന് രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞു. അവർ പാവപ്പെട്ടവരായിരുന്നു. അവർക്ക് വിജ്ഞാനമോ അറിവോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ആ വാർത്ത കേട്ടയുടനെ അവർ ബെത്ലഹേമിലേക്ക് പോയി രക്ഷകനായ മിശിഹായെ കണ്ടെത്തി രക്ഷയുടെ അനുഭവം നുകർന്നു. രണ്ടാമത്തെ കൂട്ടർ വിജ്ഞാനികളായ പൂജ രാജാക്കന്മാരായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. അവർക്ക് അറിവും ജ്ഞാനവും ഉണ്ടായിരുന്നു. അവരും ഈ വാർത്തയറിഞ്ഞ് തങ്ങളുടെ അറിവും സമ്പത്തും ഉപയോഗിച്ച് ബെത്ലഹേമിലേക്ക് കടന്നു വന്നു, രക്ഷയുടെ അനുഭവം നുകർന്നു. നാലാമത്തെ കൂട്ടർ ഹെറോദസ് രാജാവിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരായിരുന്നു. അവര് രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന വാർത്ത വളരെ വ്യക്തമായി അറിയാൻ കഴിവുള്ളവരായിരുന്നു. പ്രവചന ഗ്രന്ഥങ്ങളിലൂടെ സഞ്ചരിച്ച് രക്ഷകൻ എവിടെ പിറക്കുന്നുവെന്നും എപ്പോൾ പിറക്കുന്നുവെന്നും എല്ലാ വാർത്തകളും വ്യക്തമായി അറിഞ്ഞവർ. പക്ഷെ അവർക്ക് തങ്ങളുടെ അറിവുകൊണ്ട് രക്ഷകനെ കണ്ടെത്താൻ സാധിച്ചില്ല. രക്ഷാകര ചരിത്രത്തിൽ ക്രിസ്മസ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ പലപ്പോഴും അനുസ്മരിക്കുകയും അപ്പോൾ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹെറോദസ് മഹാരാജാവ്. ഹെറോദസ് മഹാനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ അറിവുണ്ടായിരുന്നു. എല്ലാം അറിയാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അദ്ദേഹം രക്ഷകൻ പിറന്നിരിക്കുന്ന വാർത്ത വ്യക്തമായി അറിഞ്ഞു. എവിടെയാണ് രക്ഷകൻ പിറന്നതെന്നും എങ്ങനെയാണ് അദ്ദേഹത്തെ പോയി കാണേണ്ടതെന്നും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ഹെറോദസിന് ഒരിക്കൽ പോലും രക്ഷകനെ കാണാനോ രക്ഷയുടെ അനുഭവം നുകരാനോ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ഇതിൽ ഏത് കൂട്ടരുടെ അവസ്ഥയാണ് നമുക്ക്? നമ്മുടെയൊക്കെ ജീവിതത്തോളം അല്ലെ നമ്മുടെയൊക്കെ വയസ്സെത്രയുണ്ടോ അത്രമാത്രം നമ്മൾ രക്ഷകൻ പിറന്നിരിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്മസ് എന്താണെന്ന് അറിഞ്ഞവരാണ്, ക്രിസ്മസ് ആഘോഷിച്ചവരാണ്. ക്രിസ്മസ് 25 ദിവസത്തെ നോമ്പാചരണത്തിലും അതുപോലെ തന്നെ ഒരാഴ്ചത്തെ സൽകൃത്യങ്ങളിലും മനോഹരമായ പുൽക്കൂട് നിർമ്മാണത്തിലും ക്രിസ്മസിൻ്റെ വലിയ ആഘോഷത്തിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അതോ ഓരോ ക്രിസ്മസ് ആഘോഷത്തിലൂടെയും രക്ഷകനെ നുകരുവാനോ രക്ഷകനെ പകരുവാനോ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? 1000 പുൽക്കൂടുകളിൽ 1000 ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷവും വ്യർത്ഥമാണെന്ന വചനം നമുക്ക് അനുസ്മരിക്കാം. നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം വെറും ആഘോഷമായി മാറാതെ ഹെറോദസിനെ പോലെ ഇത് ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരറിവും അനുഭവമായി മാറാതെ നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവമായി മാറുവാൻ, രക്ഷ നുകരുന്ന ഒരനുഭവമായി മാറുവാൻ, രക്ഷ പകരുന്ന ഒരനുഭവമായി മാറുവാൻ, ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പുണ്യമിശിഹ നമുക്ക് അനുഗ്രഹം നൽകട്ടെ. പരിശുദ്ധ അമ്മയോട് നമുക്കതിനായി പ്രാർത്ഥിക്കാം.